ഇറാനും യുഎസും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് 5ാം ഘട്ട ചർച്ച റോമിൽ പൂർത്തിയായി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ലിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. മസ്കറ്റിലും റോമിലുമായാണ് 4 റൗണ്ട് ചർച്ചകൾ നടന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഒമാൻ വ്യക്തമാക്കി. നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. നിർദ്ദേശങ്ങളും പരിഹാരമാർഗങ്ങളും അവലോകനം ചെയ്ത ശേഷം അടുത്ത റൗണ്ട് ചർച്ചയുടെ തീയതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചർച്ചയെക്കുറിച്ച് യുഎസ് പ്രതികരിച്ചില്ല. ആണവായുധ നിർമ്മാണത്തിനുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയുകയാണ് യുഎസിന്റെ ലക്ഷ്യം. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ മേഖലയിൽ അസ്ഥിരതയ്ക്ക് ഇടയാകുമെന്നും ഇസ്രായേലിനും ഭീഷണിയാകുമെന്നും യുഎസ് കരുതുന്നു. അതേസമയം യുഎസ് പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കണമെന്നതാണ് ഇറാന്റെ ആവശ്യം. ആണവായുധങ്ങളില്ലാത്ത യുറേനിയം സമ്പുഷ്ടീകരണം 60% എത്തിയ ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുൻപ് വ്യക്തമാക്കിയിരുന്നു. 2015 ആണവ കരാറിന് കീഴിൽ നിശ്ചയിച്ചിരിക്കുന്ന പരമാവധി 3.67% വളരെ കൂടുതലാണിത്. ഒരാണവായുധം നിർമ്മിക്കുന്നതിന് 90% സമ്പുഷ്ടീകരണം ആവശ്യമാണ്. ഇറാൻ ഇപ്പോഴും അവരുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും തുടരുകയാണെന്ന് ആരോപിച്ച് ഇറാനുമായുള്ള 4ാം റൗണ്ട് ചർച്ചകൾ അവസാനിപ്പിച്ച് ഒരു ദിവസത്തിനു ശേഷം യുഎസ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു.